നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാവം ചേച്ചി, എനിക്ക് വേണ്ടി എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്ന അതിനൊരു പരിധിയില്ല. ഇപ്പൊ തന്നെ നല്ലൊരു കല്യാണാലോചന വന്ന ചേച്ചിയുടെ മുന്നിൽ നിൽക്കുക. ചേച്ചിക്ക് വേണമെങ്കിൽ മറ്റാരെയും നോക്കാതെ തീരുമാനമെടുക്കാം. ചതിയോ? എന്ത് ചതി? പൊന്നാരം തോട്ടത്തിലെ ജാനകിയുടെയും മഹാദേവന്റെയും മൂത്ത മകൻ സിദ്ധാർത്ഥൻ മാനസിക നില തെറ്റിയ ആളാ. അങ്ങനെ മാനസിക നില തെറ്റിയ മകനെ നിന്റെ തലയിൽ അവർക്ക് വെച്ച് കിട്ടണം. സിദ്ധാർത്ഥനുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചാൽ മാത്രമേ അഞ്ചോ അഭിഷേകവുമായിട്ടുള്ള വിവാഹം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് അവര് വാശി പിടിച്ചതിന്റെ കാരണം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഒരു തരത്തില് അതൊരു കെണിയായിരുന്നു. പക്ഷേ ദൈവം നമ്മളോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഗോപിയയ്ക്ക് ശബ്ദം തിരികെ കിട്ടിയതും സിദ്ധാർത്ഥൻ മാനസിക നില തെറ്റിയ ആളാണെന്ന് അവൾക്ക് നമ്മളോട് പറയാൻ സാധിച്ചതും. ഇപ്പോഴെങ്കിലും നീ ഒന്ന് മാറി ചിന്തിക്കാൻ. എന്നാലും പൊന്നാരം തോട്ടത്തുകാരിൽ നിന്ന് ഇങ്ങനെ ഒരു നെറികെട്ട പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് ചെയ്യും മുത്തശ്ശ? സിദ്ധാർത്ഥമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തയ്യാറായില്ലെങ്കിൽ കുഴപ്പത്തിലാവുന്നത് ഗോപികയുടെ ജീവിതമല്ലേ? മോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എല്ലാവരെയും എതിർത്ത് ഗോപികയെ വിവാഹം കഴിക്കാൻ ധൈര്യം കാണിച്ചവനാ ഋഷി. അവനൊന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തിയ ഗോപികയുടെ കാര്യം അവൻ നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ തന്നെ ഗോപികയ്ക്കില്ലാത്ത ജാതകദോഷത്തിന്റെ പേരിലല്ലേ ഈ പൂകിലൊക്കെ ഇവിടെ നടക്കുന്നത്. അത് അവസാനിപ്പിക്കാൻ സത്യം സത്യമായിട്ട് തന്നെ പൊന്നാരം തോട്ടത്തുകാരെ ബോധ്യപ്പെടുത്തിയാ പോരെ? അങ്ങനെ സത്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ച പ്രശ്നങ്ങൾ തീരുവോ? നീ അധികം കാട് കയറി ചിന്തിക്കണ്ട. ഇവിടെ എല്ലാവരും സ്വാർത്ഥരാണ്. എല്ലാവർക്കും അവരവരുടെ നേട്ടങ്ങളും സന്തോഷവും മാത്രമാണ് പ്രധാനം. ആരും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരെ പോലെ തന്നെ നിനക്കൊരു ജീവിതമുണ്ടെന്ന് അവർ ഓർക്കുന്നില്ല. അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് വേണ്ടി നീ എന്തിന് നിന്റെ ജീവിതം പാഴാക്കണം? നീ ആദ്യം നിന്നെക്കുറിച്ച് ചിന്തിക്കുമോളെ. ഒരു ചെക്കനെ കിട്ടാതെ ഒര നിറഞ്ഞു നിൽക്കുന്നവളല്ലല്ലോ നീ. എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന ഒരു പയ്യൻ ആനന്ദൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് ശപഥമെടുത്ത് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അവനെ മറന്നുകൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു വിവാഹത്തിന് നീ സമ്മതിക്കരുത്. നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത് മോളെ. പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നീ എന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് സിദ്ധാർത്ഥനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ച പിന്നെ ഈ മുത്തച്ഛനെ ഒന്നിനും പ്രതീക്ഷിക്കരുത്. ഒരഭിപ്രായം പോലും ചോദിക്കരുത്. ഇങ്ങനൊരു മുത്തശ്ശൻ നിനക്കില്ലാന്ന് കരുതി ജീവിച്ചോണം നീ. നിന്റെ ഈ മുത്തശ്ശൻ ചത്തുപോയി നീ വിചാരിച്ചോളൂ. മുത്തശ്ശൻ അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് വലുത് മുത്തശ്ശനാണ്. എന്നും മുത്തശ്ശൻ എന്നോടൊപ്പം വേണം. ഞാനൊന്ന് തളരുമ്പോ താങ്ങി പിടിക്കാൻ എനിക്ക് മുത്തശ്ശൻ മാത്രമല്ലേ ഉള്ളൂ. എങ്കില് ഞാൻ പറയുന്നത് മോൾ അനുസരിക്കണം. പൊന്നാരം തോട്ടത്തുകാരുടെ ആലോചന നീ മറക്കണം. എന്നിട്ട് ആനന്ദിനെ കല്യാണം കഴിച്ചോളാന്ന് നീ എനിക്ക് ഇപ്പൊ സത്യം ചെയ്തു തരണം. സത്യം ചെയ്യേ. ആനന്ദനെ വിവാഹം കഴിച്ചോളാന്ന് എനിക്ക് സത്യം ചെയ്തതാ. സത്യം ചെയ്യുമോളെ. സത്യം ചെയ്തതാ മോളെ.
ചോദ്യം ചെയ്ത് കൊടുത്തോ നമ്മുടെ എല്ലാ പ്ലാനും പൊളിയും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ എന്താ മോളെ നീ കാണിച്ചേ? മുത്തശ്ശ എന്താ ഇത്? അയ്യോ മോളെ ദേവികേ, 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 എന്താ 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 മോളെ? ഇവള് കൈ മുറിച്ചു. അയ്യോ മുത്തശ്ശ, കൈ മുറിച്ചോ? എന്തിനാ നോക്കട്ടെ. നീ എന്താ മോളെ ഈ കാണിച്ചേ? മോളെ നീ എന്തിനാ ഇപ്പൊ കൈ മുറിച്ചത്? അയ്യോ എനിക്കറിയാം, ഞാൻ കാരണം ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ ജീവിച്ചിരുന്നാലല്ലേ ചേച്ചിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ മരിച്ച ചേച്ചിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. എനിക്കിനി ജീവിക്കണ്ട. എന്തിനാ മോളെ ഈ അബദ്ധം കാണിച്ച്? ആന്റി പിടിക്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ചെല്ലു മോളെ, ചെല്ല്, വേഗം ചെല്ല്. എടി, ഇത് മൂന്നാമത്തെ തവണയാ നീ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കുന്നത്. നിനക്കിത് എന്തിന്റെ കടാടി? ജീവിതം വെച്ച് പന്താടുകയാണോ നീ? ഇനി ഇതുപോലെ ദൈവത്തെ മറന്ന് സ്വയം ചാകാൻ ശ്രമിച്ച ഒരു ആശുപത്രിയിലേക്ക് നിന്നെ കെട്ടിയെടുക്കില്ല. എവിടെയാണ് കിടക്കുന്നത് അവിടെ കിടന്ന് ചവിട്ടി നോക്കും. അനീഷേട്ടാ ഒന്ന് നിർത്ത്, ഇത് ഹോസ്പിറ്റലല്ലേ. ഇവളൊരു ബുദ്ധിമോശം കാണിച്ചു പോയി, അതിനി ഇവളെ ശകാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇവളെ കൊല്ലുക വേണ്ട. അനീഷേട്ടാ എന്നാലും നീ ഇങ്ങനൊരു അവിവേകം കാണിച്ചല്ലോ മോളെ. നീ കത്തിയെടുത്ത് ഞരമ്പ് മുറിക്കുമ്പോ ആരെയും ഓർത്തില്ലെങ്കിലും ഈ എന്നെയെങ്കിലും ഒന്ന് ഓർത്തൂടെ? അന്നേരം ഞാൻ മറ്റാരെ കുറിച്ചും ചിന്തിച്ചില്ല. ദേവി ചേച്ചിയെ കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത. പാവം ചേച്ചി എനിക്ക് വേണ്ടി എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്ന അതിനൊരു പരിധിയില്ല. ഇപ്പൊ തന്നെ നല്ലൊരു കല്യാണാലോചന വന്ന് ചേച്ചിയുടെ മുന്നിൽ നിൽക്കുക. ചേച്ചിക്ക് വേണമെങ്കിൽ മറ്റാരെയും നോക്കാതെ തീരുമാനമെടുക്കാം. ചേച്ചി അതാണോ ചെയ്തത്? ചേച്ചി ചേച്ചിയുടെ ജീവിതത്തെക്കാൾ പ്രാധാന്യം എന്റെ ജീവിതത്തിനാ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ ആനന്ദേട്ടനെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശൻ നിർബന്ധിച്ചിട്ടും ചേച്ചി ഇരു മനസ്സോടെ നിന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.